ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയറാമിനെ ഇ ഡി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നാം കണ്ടിരുന്നു. ഇ ഡി എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, പിന്നീട് എനിക്ക് ഉച്ചഭക്ഷണം തന്നു, അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ഈ ചോദ്യം ചെയ്യലിലും തുടർന്നുണ്ടായ സംഭവങ്ങളും വളരെ പുച്ഛത്തോടെ ലാഘവത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ടായിരിക്കും ജയറാം എന്ന ജനകീയ നടന് അവകാശപ്പെടുന്ന ഇങ്ങനൊരു പ്രതികരണം വഴിവെക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം വന്ന പേരുകളിലൊന്ന് ജയറാമിൻ്റെ പേരല്ലേ. ജയറാമിൻ്റെ വീട്ടിൽ പോയി, അവിടെ പൂജയ്ക്ക് പോയി, പൂജയെ കൊണ്ടുപോയി എന്നൊക്കെയാണല്ലോ ഈ പോറ്റി പറഞ്ഞത്. പോറ്റി പറഞ്ഞത് ജയറാം ഒരിക്കലും നിഷേധിച്ചില്ല. ജയറാം മാത്രമല്ല, വീട്ടുകാർ മാത്രമല്ല ഉണ്ടായിരുന്നത്. ജയറാമിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിട്ട് ഇവരെല്ലാം കൂടിയിട്ട് അതിൽ എന്ത് പൂജ നടത്തിയത്? അല്ലെങ്കിൽ പോയിട്ട് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ പൂജയുടെ കുറിച്ച് ആദ്യം പറഞ്ഞു വീണു. പക്ഷെ ഒരു പ്രാവശ്യം അല്ല പോയത്, പലപ്പോഴും പോയിട്ടുണ്ട്, പലപ്പോഴും ജയറാം ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണം തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർക്ക് തൃപ്തിയില്ലെങ്കിൽ ഇ ഡി ചോദ്യം ചെയ്യാന്നുള്ളത് ഉറപ്പാണല്ലോ. ഇ ഡി ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കതായ എന്തെങ്കിലും ഇവരെ ഇടിക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ട് ഭക്ഷണം തന്നെന്ന് പറയുമ്പം ഇ ഡി ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് പലതും കിട്ടാൻ ഭക്ഷണം കൊടുക്കും. പട്ടിണി കിടത്തിക്കൊണ്ടല്ലല്ലോ ഇ ഡി ചോദ്യം ചെയ്യിപ്പിക്കുക. ചായ കൊടുക്കാറുണ്ട്, ഉച്ചയായി കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാറുണ്ട്, വൈകുന്നേരമായ ഭക്ഷണം കൊടുക്കാറുണ്ട്. പട്ടിണിക്കിട്ടൊന്നും ചോദ്യം ചെയ്യുന്നതല്ലല്ലോ ഇ ഡിയുടെ ഏർപ്പാട്. ഇ ഡി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ, ആ കള്ളത്തരം പിടിക്കാനല്ലല്ലോ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ഇ ഡി ചോദ്യം ചെയ്യുന്ന ഇ ഡിക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ, അത് സാമ്പത്തികമാണ്. ആ കാര്യത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ജയറാം പോയി, ജയറാമിനെ ചോദ്യം ചെയ്തു. ഈ പറഞ്ഞ ജയറാം എന്താ ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പോയി, എന്നെ വിളിച്ചു, ഞാൻ പോയി ചോദ്യം ചെയ്തതിന് ഞാൻ ഉത്തരം കൊടുത്തു. എന്ത് ഉത്തരമാണ് കൊടുത്തത്? ഏത് ചോദ്യമാണ് ചോദിച്ചത്? ഏത് ഉത്തരം കൊടുത്തു? ഇനി ഇ ഡി ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞോ? ഇതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടുന്ന് പോകുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഈ ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടാകാം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനൊരു ഭക്തനാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ, ചിലപ്പോൾ പരിപൂർണമായ ഭക്തിയോടെ കൂടിയായിരിക്കും, സറണ്ടർ ചെയ്തുകൊണ്ടായിരിക്കും, ഇതൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ഇത് കാണുന്ന പൊതുജനം, ഇപ്പം കേൾക്കുന്ന പൊതുജനം ഇത് സ്വീകരിക്കണ്ടേ? പൊതുജനം സ്വീകരിക്കണമല്ലോ. പക്ഷേ ഈ പറഞ്ഞതനുസരിച്ചിട്ട് പൊതുജനം ഇത് ഉൾക്കൊള്ളുന്നില്ല. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ പൊതുജനങ്ങളെ കൂട്ടത്തിലുള്ളതാണ്. അതിന് അതീതരൊന്നുമല്ല, ജനങ്ങളുടെ ചിന്തയ്ക്ക് അതീതരല്ല, ഭക്തന്മാരുടെ ചിന്തയ്ക്ക് അതീതരല്ല. സിനിമാ നടൻ്റെ കാര്യത്തിലല്ലല്ലോ ഭക്തർ കാണുന്നത്. ഭക്തർ അയ്യപ്പൻ്റെ സാധനം മോഷണം പോയി എന്നുള്ളതാണ്. അതെവിടെ കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ആദ്യം കൊണ്ടുപോയ കൂട്ടത്തിൽ ഒന്ന് ജയറാമിൻ്റെ വീട്ടിലാണ്. ജയറാം ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, അതിലൊരു കള്ളത്തനവും കണ്ടെത്തി. 2 തവണ അവിടെ എത്തിയിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഒരു തവണയാണെന്നാണ് പറഞ്ഞത്. 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ എന്ന് പറയുമ്പോൾ ഒരു തവണ എന്തിനു പോയി? അപ്പം എന്തോ കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇത് തന്നെ ശരിയാണെന്ന് അറിഞ്ഞൂടല്ലോ. ഒളിച്ചു വെച്ചത് ഇതല്ല, ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇ ഡി ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ സംഗതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഇ ഡി ചിലപ്പോൾ ഇപ്പം ചോദ്യം ചെയ്ത സമയത്ത് ഉത്തരം കിട്ടി എന്ന് ജയറാമാണ് പറഞ്ഞത്. ഇ ഡിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞോ? ഇ ഡിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ചോദ്യം എന്താണ്, അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? പണ്ട് ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ് പത്മകുമാർ ഇത് തന്നെയാണ് പറഞ്ഞത് തുടക്കത്തിൽ. അതെ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, എനിക്കൊന്നും അറിയില്ല, ഇതൊക്കെ തന്നെയാണ് മറ്റുള്ള പ്രതികളും പറഞ്ഞിരുന്നത്. എല്ലാവരും പറഞ്ഞതാ, പത്മകുമാർ മാത്രമല്ല സർവരും പറഞ്ഞിരുന്നതാ. ഇപ്പം മന്ത്രി പറഞ്ഞതാണല്ലോ. ആദ്യം പറഞ്ഞത് മുഴുവൻ മാറ്റി പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞു, പരിചയമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം അച്ഛൻ്റെ ഇതിന് പോയി, ബർത്ത്ഡേക്ക് പോയി, പാരിതോഷികം കൊടുക്കാൻ പോയി. ഇതേപോലെ തന്നെയാണ് ഇതിൽ പങ്കാളികളായുള്ള പലരും പറയുന്നത്.
നമുക്കേതായാലും ഒരു തീരുമാനം വരുന്നത് വരെ, പ്രതിയാകുന്നത് വരെ ജയറാമിൻ്റെ കാര്യത്തിൽ പ്രതിയാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജയറാം എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നു എന്നുള്ളത് ഈ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നാം ഈ SIT-യുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവിടെ അന്വേഷണം അവസാനിച്ച ഘട്ടമാണോ ഉള്ളത്? SIT-യുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവസാനിച്ച ഘട്ടമായിട്ടാണ് എനിക്കുള്ള ഇലക്ഷൻ വരികയല്ലേ. SIT നിശ്ചയിച്ചത് ആരാണ്? ഓരോ ദിവസവും സ്വാഭാവിക ജാമ്യത്തിലൂടെ പ്രതികൾ പുറത്തിറങ്ങും. അതാണ്. അപ്പം എന്തുകൊണ്ട് അതുവരെ അത് കൊടുത്തില്ല? റിപ്പോർട്ട് കൊടുക്കണ്ടേ? അപ്പം സ്വാഭാവിക ജാമ്യത്തിലൂടെ അവർ പുറത്തു വരിക എന്ന് പറയുമ്പോൾ പ്രതികളെ രക്ഷിക്കണ്ടേ? ഇവരെ ഇന്ന് ഭരിക്കുന്ന ആൾക്കാർ പ്രതികളെ രക്ഷിക്കണം. അതിന് പിന്നിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഈ കേസ് മുന്നോട്ട് പോകും എന്ന് അനുമാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ SIT-യുടെ അന്വേഷണം നിലച്ച മട്ടാണ്. പക്ഷെ ആ സമയത്താണ് ED-യുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ED-യിൽ പ്രതീക്ഷയുണ്ടോ? ED-യിൽ പ്രതീക്ഷ വേണമല്ലോ, ഉണ്ടാകണം. പക്ഷെ തെളിവ് കിട്ടിയാലേ പറ്റുള്ളൂ. ആ തെളിവ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും എന്നുള്ളതാണ് ED-യുടെ എത്രയും കാലത്തെ ഒരു അനുഭവം. അതാണല്ലോ കാണുന്നത്. ED ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തെല്ലാമോ തെളിവ് എവിടെയൊക്കെയോ കിടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെയാണ്. അപ്പം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ED-യിൽ. ഇപ്പോൾ വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രതികളെ ED-ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഇപ്പം CBI-ക്ക് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, ഇനിയും വീണ്ടും വ്യക്തമായ അന്വേഷണം നടത്തുന്നുള്ളതും യഥാർത്ഥ പ്രതികൾ ആരായിരിക്കും എന്നുള്ളതും ഉള്ള പ്രതികളിൽ നിന്ന് എന്തെല്ലാം. പൊതുസമൂഹത്തിൽ ഇപ്പോൾ ജയറാം, കടകംപള്ളി, വാസവൻ അടക്കമുള്ള പലവരുടെ പേരുകൾ നാം കേട്ടിട്ടുണ്ടല്ലോ. അതെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവരിലേക്കൊന്നും ഈ അന്വേഷണം എത്താത്തത്? ഗവൺമെന്റിൽ പിടിയുള്ളതുകൊണ്ട്. അതല്ലേ ED ഇപ്പോൾ അവരെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ SIT നോക്കില്ലല്ലോ. അവരങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തെളിവ് നശിപ്പിക്കലായിരിക്കും ഉദ്ദേശം എന്നും കൂടി ചിന്തിക്കണം. സംഭവിക്കാം. ജയറാം അല്ലാതെ കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട വരാനുള്ള സാധ്യതയുണ്ടോ? ജയറാമിനിൽ കൃത്യമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ജയറാമുമായി ബന്ധപ്പെട്ട ആൾക്കാരും വരാം പ്രതികളായിട്ട്. കാരണം ജയറാമിന്റെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ ജയറാം ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. ആരൊക്കെയാ ഫ്രണ്ട്സ് എന്ന് ഇവരെ പറഞ്ഞു. ജയറാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് ജയറാമിന് ഇദ്ദേഹം ഒരു ഭക്തിക്കിരയായി, അല്ലാതെ ഇതിൽ മറ്റൊരു ബന്ധമില്ലെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്. അത് വിശ്വസിക്കുന്നുണ്ട്? ഞാനത് വിശ്വസിക്കുന്നില്ല. കാര്യം ജയറാം ഭക്തനാണ്, ശരിയാണ്. പക്ഷേ തന്ത്രി ഭക്തനല്ലേ, ഈ പോറ്റി ഭക്തനല്ലേ, ഇതിൽ പങ്കാളിയായിട്ടുള്ള പത്മകുമാർ ഏറ്റവും വലിയ ഭക്തനാണ് അല്ലേ. ഭക്തനല്ല എന്ന് പറയാവുന്ന ആൾ മന്ത്രിയല്ലോ. ആ സമയത്ത് രഹസ്യമായിട്ട് ഭക്തി ഉണ്ടെങ്കിലും ശരി, പുറത്തേക്ക് ഭക്തി കാണിക്കാത്ത ആൾ. ബാക്കി എല്ലാവരും ഭക്തരായിട്ട് തന്നെയാണ് കാണേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങൾ ഭക്തിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഭക്തി കൊണ്ട് ഉള്ളത് കൊണ്ട് മാത്രം മറ്റുള്ള ഭക്തിയുള്ള ആൾക്കാർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിലൊരു സ്വാർത്ഥതയുണ്ട്. ആ ഭക്തിയിൽ തന്നെ സ്വാർത്ഥതയുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇല്ലേ. ഇവിടെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്ന് പൂജ നടത്താൻ ചില ആൾക്കാരുണ്ട്. വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. ആ പൂജ നടത്തിപ്പുകാർക്ക് അതൊരു ബിസിനസ്സാണ്. പക്ഷേ അതിൽ പങ്കാളികളാകുന്ന ആൾക്കാർക്ക് അതിൻ്റെ പിന്നിലൊരു വലിയ സ്വാർത്ഥതയുണ്ട്, മനസ്സിലാക്കണം. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം ഈ ഭക്തിയുടെ പിന്നിലും ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, ആരെ ആക്ഷേപിക്കാൻ പാടില്ല, ഇതൊന്നുമില്ല. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ നിലയ്ക്ക് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിലെന്തോ ഒരു സ്വാർത്ഥതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതെല്ലാം പങ്കാളിത്തം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.